الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب ألا بذكر الله تطمئن القلوب ألا بذكر الله تطمئن القلوب. പടച്ച റബ്ബിലുള്ള ഒരു ദിക്ർ. ഞാനിങ്ങനെ വന്നതല്ല ഇവിടെ, എന്നെ ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. എൻ്റെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടല്ല നടക്കുന്നത്, ഉറപ്പാണ്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? റബ്ബിനോട് നമ്മൾ തേടാറുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ബാക്കി അസ്ലിഹ് ലി ശഅനി കുല്ലഹ വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. പടച്ചോനെ, എൻ്റെ ഒരു കാര്യവും എന്നെ ഏൽപ്പിക്കരുത്, ഒരല്പസമയത്തേക്ക് പോലും എന്നെ ഏൽപ്പിക്കരുത്. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ദിവസവും പറയണത്, രാവിലെയും വൈകുന്നേരവും ഒക്കെ പറയണത്? എനിക്ക് ഉറപ്പാണ് ഞാനല്ല ഇതൊന്നും വർക്ക് ചെയ്യിക്കുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ നടക്കുന്നുണ്ട്, പറയണമെന്ന് വിചാരിക്കുമ്പം പറയുന്നുണ്ട്, വാക്ക് പുറത്തു വരുന്നുണ്ട്, ശബ്ദമുണ്ട്, അത് വേറെ ആർക്കും മനസ്സിലാകുന്ന വിധത്തിലാവുന്നുണ്ട്. അയാൾ പറയുന്നതിനെ കേൾക്കാനും കഴിയുന്നുണ്ട്, മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്, അതിനെ അവിടെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായും അവിടെ മനുഷ്യന് സമാധാനം അനുഭവിക്കാൻ കഴിയും എന്ന് അവസാനിപ്പിക്കാം അല്ലേ. സഹജീവനബോധം, മറ്റുള്ളവരോടുള്ള കൂടെയുള്ള ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന ഒരു ചിന്ത, മറ്റുള്ളവൻ്റെ പ്രയാസത്തെ തൻ്റെ പ്രയാസത്തിൽ താൻ അനുഭവിച്ചപ്പോൾ ഉണ്ടായ വേദന പോലെ അയാൾക്കുണ്ട് എന്ന് മനസ്സിൽ വരിക. എന്നിട്ട് എൻ്റെ ആവശ്യം നിവർത്തിക്കപ്പെടുമ്പോൾ അതുപോലെ അയാളുടെ ആവശ്യം നിവർത്തിക്കപ്പെടണമെന്നെനിക്ക് തോന്നുക. എന്നിട്ട് ഞാൻ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. ആർക്കായിരുന്നാലും മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നത് ഏറ്റവും വലിയ കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. മറ്റുള്ളവർക്കായി നല്ലതാക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ, നല്ലത് ചെയ്യുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. അന്യനെ അനിയനാക്കുക എന്ന്, അപരനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുക. എൻ്റെ കാര്യം തന്നെ ഇവിടെ ചെയ്തു തീർക്കാനാവുന്നില്ല, എന്നിട്ടപ്പോൾ ഓരോ കാര്യവും കൂടെ എന്ന് ചിന്തിക്കാതെ അവർക്ക് വേണ്ടി കൂടെ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തുമ്പോൾ, മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം, മറ്റൊരാൾക്ക് കുളിർമയുണ്ടാക്കുന്ന ഒരു കാര്യം, അയാളിൽ എന്തെങ്കിലും ഹൈറുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമ തോന്നുന്നത് പലപ്പോഴും. അങ്ങനെ ആവരുത്. അയാൾക്കൊരു ഹൈറുണ്ടാവാൻ അതിന് ഞാനൊരു കാരണക്കാരനാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരവസരം കിട്ടുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ, ഒരവസരം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ, എൻ്റെ വാക്കുകൊണ്ട് അയാൾക്കൊരു സമാധാനവും സന്തോഷവും ലഭിക്കുമെങ്കിൽ അത് അയാൾക്ക് ലഭിക്കട്ടെ. അതൊരു പുണ്യമായി, അതൊരു സ്വതക്കയായി മാറും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ മധുരം ഉണ്ടാവുന്നതാണ്. നമ്മളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ, വിശ്വാസികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞത് തന്നെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 24-ാമത്തെ വചനത്തിൽ കാണാൻ പറ്റും. അവരുടെ പ്രത്യേകത എന്താ? അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ, വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് വഴി നടത്തപ്പെട്ടവരാണവർ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ചേർത്ത വചനം,
ഇതിലേക്ക് വഴി നടത്തപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാന്മാരായ ആളുകളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ ഏറ്റവും സിറാത്തുൽ ഹമീദിലായ നമ്മളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദാ ഹുദൂ ഇലത്തയ്യിബി മിനൽ ഖൗൽ ആയ നിങ്ങൾ ഏറ്റവും ത്വയ്യിബായ ഖൗല്, ഏറ്റവും സദീദായ ഖൗല്, വർത്തമാനങ്ങൾ മാത്രമേ പറയാവൂ. അത് അയാൾക്കൊരു ഗുണമാകും. അങ്ങനെ മറ്റുള്ളവരോട് ഏറ്റവും നല്ലത് പറയാൻ, മറ്റുള്ളവർക്ക് കരുണ നൽകാൻ. നിങ്ങൾ കരുണ ചെയ്യുന്നുവെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്കും കരുണ ചെയ്യും എന്ന് പഠിപ്പിക്കപ്പെട്ടു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഓരോ ദിവസവും ഞാനൊരു ദിവസം ഒരു സുഹൃത്ത് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുതുക്കിപ്പണിയുന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരു സുഹൃത്ത് പറഞ്ഞു അതിൻ്റെ പള്ളിയുടെ മിഹ്റാബും മുൻഭാഗവും ഞാൻ ചെയ്തോളാം എന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ട പ്ലാനൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അദ്ദേഹം തന്നെ പറയാണ്, എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, എന്താ വേണ്ടത് അത് ഞാൻ ചെയ്യും. അല്ല അപ്പോൾ അത് ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ വേണ്ടതെന്ന് വെച്ചു. അല്ല നിങ്ങൾക്ക് എന്താണ് ആ പള്ളി എന്താ വേണ്ടത്, അവിടെ മുമ്പിൽ എന്താ ചെയ്യേണ്ടത്, അത് ഞാൻ ചെയ്തോളാം. മിഹ്റാബ് ഈ മിമ്പർ എന്തായാലും മാറ്റണം അദ്ദേഹം പറഞ്ഞു. ഒരു പഴയ രീതിയായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് മുൻഭാഗം മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യണം. അതിന് എത്ര വന്നാലും അങ്ങനെ 2 ലക്ഷത്തിന് മേലെ അതിനായി. അത് മുഴുവൻ ആ മനുഷ്യനെടുത്തു. ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു അത് എനിക്കൊരു അവസരം കിട്ടി. എന്നിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തീരുന്നതുവരെ തൻ്റെ മകനെ അതിൻ്റെ മുന്നിൽ നിർത്തി. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൂട്ടത്തിൽ അതെന്തായി എന്നറിയാനും അതൊക്കെ ഫോട്ടോ എടുക്കാനും അത് എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാപ്പ മോനെ ഏൽപ്പിച്ചു, ചെറിയ മോനെ. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ, ഓനിതൊക്കെ ഒന്ന് പഠിക്കട്ടെ. അതാണ് ഏറ്റവും ത്വയ്യിബായതിലേക്ക് വഴി നടത്തപ്പെട്ട നമ്മളിൽ നിന്ന് ത്വയ്യിബായത് പ്രതിഫലിക്കുക കൂടെ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഏതൊരു പ്രതിബന്ധം ജീവിതത്തിൽ വരുമ്പോഴും താൻ ചെയ്തു വെച്ച ഒരുപാട് പുണ്യങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, അതവിടെ ഇങ്ങനെ ഉണ്ടാവും. ഒരുപാട് നമ്മൾ മറക്കാത്ത, നമ്മളോട് ചില ആളുകൾ നമുക്ക് ചെയ്തു തന്ന ചില അനുഗ്രഹങ്ങൾ മറക്കാൻ പറ്റാതെ മറന്നോ നമ്മൾ മനുഷ്യർ. പക്ഷെ ചിലതും നമ്മൾ മറക്കൂല. അങ്ങനത്തെ ഉണ്ട്, ചെറുതാണെങ്കിൽ പോലും. എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ പലരും ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതിലൊരു വളരെ വല്ലാത്ത സന്തോഷം ഉണ്ടാക്കിയ ഒന്ന് ഞാൻ പറയട്ടെ. ആ സഹോദരൻ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, സ്ഥലവും. ഏതായാലും വിദേശത്ത് ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് അങ്ങനെ ഒരു ഒരു ക്ലാസ്സൊക്കെ നടന്ന് ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ റൈറ്റ് സീറ്റിൽ ഇരിക്കുന്നു. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ കുറേ യാത്ര ചെയ്തു. എത്ര യാത്ര ചെയ്തു എന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞു, നല്ല ഉറക്കമാണ്. ഞാൻ ഉണർന്നിട്ട് ഞാനിങ്ങനെ നോക്കുക, വണ്ടി നല്ല പോകാനുള്ള പോകണമെന്ന്. പക്ഷെ മൂപ്പരൊരു പണിയെടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി നീങ്ങുന്നില്ലല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, അല്ല നമ്മൾ സ്ഥലത്തെത്തിയോന്ന് ചോദിച്ചു. നമ്മൾ സ്ഥലത്തെത്തിയിട്ട് ഒരു 10-20 മിനിറ്റ് ആയിന്ന്. അപ്പം നിങ്ങളെന്താ എന്നെ വിളിക്കാൻ? നമുക്കെന്നാ വേഗം. അല്ല, നിങ്ങൾ ഉറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സുഖം. നിങ്ങൾ എഴുന്നേറ്റിട്ട് വണ്ടി നിങ്ങളെ ഇറക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തൊരു സുഖമാണ് സഹോദരങ്ങളെ, എന്തൊരു സ്നേഹമാണത്. അല്ലെങ്കിൽ ആ ഒരു 10-15 മിനിറ്റ് അതിനു മുമ്പ് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാ, എന്നെ തട്ടി ഉണർത്തിയാൽ മതി. പക്ഷെ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യതാ, മൂപ്പർ ഉറങ്ങല്ലേ, നൗഷാദ് ഉറങ്ങല്ലേ, ഉറങ്ങട്ടെ, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ, അത് മുറിക്കണ്ടെന്ന്. എത്ര വലിയൊരു നന്മയാണത്. എൻ്റെ മനസ്സിൽ നിന്നും അത് അങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അത് എൻ്റെ ജീവിതത്തെ മധുരപൂർണമാക്കും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യാത്ര ചെയ്യാണ്, ബൈക്കിൽ യാത്ര ചെയ്യാണ്. മകനുണ്ട് എൻ്റെ കൂടെ. മകൻ പിന്നിലിരിക്കുന്നു, 6 വയസ്സുകാരൻ. അങ്ങനെ യാത്ര പോകുന്ന വഴിയിൽ ഒരു കല്ല്, നല്ലൊരു കല്ല്, അത് ഒരു റോഡിൻ്റെ ഒരു കാൽഭാഗത്ത്, അല്ലെങ്കിൽ ബൈക്കൊക്കെ പോകുന്ന ഒരു സൈഡ്, ബൈക്കുകൾ അധികം നടുവിലൂടെ അല്ലല്ലോ പോവുക, സൈഡിൽ കൂടെ ആയിരിക്കുമല്ലോ, എന്തായാലും കയറിപ്പോ. അപ്പോൾ ഞാനിത് കടന്നങ്ങ് പോയ ശേഷം ഇത് കാണുന്നത്.
അപ്പോൾ ഒരു 100 മീറ്റർ അപ്പുറം എത്തിയാലും ഞാൻ തിരിച്ചു. മഗ്രിബ് സമയത്താണ്, ഒരു QLS ക്ലാസ്സിന് പോവാണ്. അപ്പം മോൻ ചോദിച്ചു, എന്താ ഉപ്പ തിരിച്ചത്? അപ്പോൾ അവൻ കാണാൻ ഞാനത് തട്ടി മാറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നമുക്ക് നല്ല കൂലി കിട്ടൂലേ ഉപ്പാന്ന് ചോദിച്ചു. കൂലി കിട്ടൂലേ ഉപ്പ? 2 കാര്യമാണ് അവിടെ ഉണ്ടായത്. ഒന്ന്, നമുക്ക് ആ പ്രതിഫലം കിട്ടുന്നു. 2, അതൊരാൾക്ക് പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ, ഏതാ നമ്മുടെ ജീവിതം? പരലോകത്ത് മാത്രമോ അല്ല, നമ്മുടെ ജീവിതം ജനിച്ചത് മുതൽ എവിടം വരെ ഉണ്ട്? അനന്തമായ പരലോകത്തെ ജീവിതം ചേർത്തു വെച്ചിട്ടുള്ള ആ ഒരു ജീവിതം സന്തോഷകരമാകും. ഒരാളുടെ പ്രയാസത്തെ ആരെങ്കിലും നീക്കിക്കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഖുർബതം മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ മുതൽ അയാൾക്ക് നേരിടേണ്ടി വരാവുന്ന ഏതെങ്കിലും ദുരിതങ്ങൾ, കുർബത്തുകൾ ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊണ്ടേയിരിക്കും എന്ന്. അപ്പോൾ എത്ര നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്ന്. 1-2 കാര്യങ്ങൾ കൂടെ. ജീവിതത്തെ കാണുന്ന അല്ലെങ്കിൽ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മളൊന്ന് തിരുത്തണം. ജീവിതം എന്നത് നീളമല്ല, ഗുണമാണ് എന്ന് മനസ്സിലാക്കണം. ഒരുപാട് നാൾ ജീവിച്ചു എന്നതല്ല, ആ നാളുകളിൽ എത്രത്തോളം ഗുണപരമായി, എത്രത്തോളം നന്മയോടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതം. അങ്ങനെ ഏറ്റവും നല്ല ജീവിതമായി കുറേ കിട്ടിയിട്ടും സന്തോഷമില്ലാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കിട്ടിയ കുറഞ്ഞ കാലം വളരെ സന്തോഷത്തോടുകൂടെ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോക്കി, ഇന്നിപ്പം നമ്മളുടെ മരണമാണെങ്കിൽ നമ്മൾ അവസാനം ഏത് കർമ്മത്തിലാ? ഇന്ന് നമ്മുടെ മരണമാണെങ്കിൽ നമ്മൾ എന്തിലാ? ഇന്ന് ഏറ്റവും വലിയൊരു നന്മയിലാ. ഇന്നത്തെ മണിക്കൂറുകൾ കൂടുതലും ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരുപാട് ആളുകളിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ശബ്ദം കേൾക്കാൻ ഞാൻ സമയം കൊടുത്തു. എൻ്റെ കണ്ണുകളെ, എൻ്റെ കാതുകളെ, എൻ്റെ ചിന്തയെ ഞാൻ അവിടെ വെച്ചു. റബ്ബേ, നിൻ്റെ മുമ്പിലാ. പറയാൻ പറ്റൂലേ നമുക്ക്? അപ്പോൾ ഇനി നമ്മൾ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു സംഗമം വരെ ഇനി അങ്ങനെ ഒരു സംരംഭത്തിലേക്കും പോകാതെ വീടും കാര്യവും ഭൗതികമായ വിഷയങ്ങളും മാത്രമായി ഒതുങ്ങിയാലോ? അതിനിടയ്ക്കുള്ള മരണം നമ്മൾ ഇത് ബ്രേക്ക് ചെയ്തു എന്ന് വരൂലേ? ഇതങ്ങനെ നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റൂല. നിങ്ങൾ കണ്ടുവോ തിരിഞ്ഞു കളഞ്ഞവനെ? എന്നൊരു പ്രയോഗമുണ്ട്. അവൻ നിർത്തിക്കളഞ്ഞു. ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെ അവൻ നിർത്തിക്കളഞ്ഞു. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരിലാകാതിരിക്കാൻ നമുക്ക് കഴിയണം. സമ്പത്ത് അധികമുള്ളതല്ലല്ലോ സമ്പത്ത്, ആണോ? സമ്പത്ത് ഒരുപാടുള്ളതാണോ സമ്പത്ത്? അല്ല. പിന്നെ എന്താ സമ്പത്ത്? ഗിനൻ നഫ്സ്, അല്ലേ? ഗിനൻ നഫ്സ്. നമ്മുടെ മനസ്സിനെ എത്രത്തോളം പാകപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഉയരാൻ കഴിയുമെന്നതാണ്. ഒരുപക്ഷെ ശീതീകരിച്ച റൂമുകളിൽ കിടന്നുറങ്ങുന്നവനേക്കാളും സമാധാനവും നിർഭയത്വവും പ്രതീക്ഷയും ഉണ്ടാകാം അതൊന്നുമില്ലാതെ പലയിടങ്ങളിലായി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പലർക്കും. പറഞ്ഞതിനർത്ഥം ജീവിതത്തെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരാഗ്രഹിച്ചതെല്ലാം ഇവിടുന്ന് കിട്ടണം. 16 വയസ്സിൽ കിട്ടേണ്ടത് ഇന്ന് 4, 5, 6 വയസ്സിൽ കിട്ടണം. അപ്പോൾ 16 വയസ്സാകുമ്പോൾ ആ പ്രായത്തിനൊത്ത സംഗതികൾ, ഭൗതികത, സാഹചര്യങ്ങൾ പോരാതെ അവന് വരുന്നു. അപ്പോൾ അവൻ 25 വയസ്സിൻ്റെ ആളുകൾ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് തേടുന്നത്. പിന്നെ അവൻ അതും കഴിഞ്ഞിട്ട് പിന്നെ തേടുന്നു. പിന്നെ അവനൊരു വിവാഹിതനായി കഴിഞ്ഞാൽ അവനും അവൾക്കും യാത്ര ചെയ്യാനുള്ള വാഹനമായി അവൻ കാണുന്നത് ഒരിക്കലും അവൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ സാമ്പത്തിക ആ ഒരു ബൗണ്ടറിയിൽ നിന്നിട്ട് വാങ്ങാൻ കഴിയുന്ന വാഹനമല്ല. കാരണം അതുവരെയുള്ളതൊക്കെ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. അനുഭവിച്ചിട്ടുണ്ട്. ഇനി അവൻ അതിൻ്റെ മേലെ വേണം. അപ്പം ജീവിതം എന്നത് എന്താണെന്ന ഒരു തിരിച്ചറിവ് നമ്മൾ ആദ്യം
മക്കളോട് നമ്മളെ പഴയ കാലം പറഞ്ഞു കൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് സ്വീകരിക്കാനും കേൾക്കാനും കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഇന്നത്തെ ലൈഫുണ്ടല്ലോ, ഈ ലൈഫ് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കണം. ഈ ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണം. അഭിനയിക്കരുത്, ലൈഫിൽ അഭിനയിക്കരുത്, സാമ്പത്തികമായ തലങ്ങളിൽ അഭിനയിക്കരുത്. ഇല്ലാത്ത ദിവസം ഇല്ലാത്തതായി മക്കളുടെ മുമ്പിൽ നിൽക്കണം. അന്ന് കുറെ ഉണ്ടാക്കരുത് വേറെ എവിടുന്നെങ്കിലും. നിർബന്ധിതമായ ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമെന്നതല്ലാതെ ജീവിതത്തെ നേർക്ക് നേരെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു സംതൃപ്തി നേടാൻ കഴിയുന്ന, അതല്ലെങ്കിൽ മധുരം അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നേരത്തെ കുടുംബം എന്ന വിഷയമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബവും മധുരത്തിൽ ജീവിതത്തിൻ്റെ മധുരത്തിന് ഏറ്റവും ആധാരമായ ഒന്നാണ്. ജീവിതത്തെ ഏറ്റവും ടേസ്റ്റി ആക്കണം, മധുരമുള്ളതാക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം. ആ കുടുംബത്തിൽ മധുരം ഇല്ലെങ്കിൽ എല്ലാം പോയി. നമ്മുടെ വീട്ടിൽ മസ്കൻ അല്ലേ, അവിടെ നിന്ന് ഇത് അനുഭവിക്കാൻ കഴിയണം എന്നർത്ഥം. അതിന് ഖുർആൻ ഉപയോഗിച്ച ഒരുപാട് പദങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. സൗജിയത്ത്, അതാണ് ഖുർആൻ കുടുംബത്തിലെ ഏറ്റവും ആധാരമായി വെച്ച ഒരു പദം. സൗജിയത്ത് ഉണ്ടാകണമെന്നാണ്, ഇണയും തുണയുമാകണമെന്നാണ്. എൻ്റെ ഇണയാണ് എൻ്റെ തുണയാണ് എന്നറിയണം എന്നാണ്. അങ്ങനെ അറിയാൻ കഴിയുമ്പോൾ, കടിച്ച് ചവച്ച് അരച്ച ഒന്നായി മാറുമ്പോൾ, ഉമ്മണി വലിയ ഒന്നായി ഈ രണ്ടു പേർ മാറുമ്പോൾ ജീവിതത്തിന് ഒരുപാട് മധുരം ഉണ്ടാകും. ജീവിതത്തിന് ഒരുപാട് മധുരം ഉണ്ടാകും. അവൾ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളും അവൻ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളും എന്നത് മാറിയിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്ന തലത്തിലേക്കൊക്കെ വരുമ്പോൾ ജീവിതം മധുരമുള്ളതായി നമുക്കും നമ്മിൽ നിന്ന് മറ്റുള്ളവർക്കും അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെയാവുന്നത് നമ്മുടെ ജീവിതം എന്ന ക്യാൻവാസിലേക്ക് പരലോകത്തെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് എന്നുകൂടെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്ന് 2 വചനങ്ങൾ ആമുഖമായി ഞാൻ ഓതി വച്ചിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം ഒരു വചനം ഏതായിരുന്നു? ഞാൻ എൻ്റെ ആമുഖത്തിൽ പാരായണം ചെയ്തു വെച്ച വചനം 2 എണ്ണമായിരുന്നു. ആർക്കാ ഓർമ്മയുള്ളത് നോക്കട്ടെ, ആരെങ്കിലും ഒന്ന് പറയൂ, ഒന്നേതായിരുന്നു? ഏതാ? ഗുഡ്. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്. എന്താ അർത്ഥം? QLSന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ് എന്താ അർത്ഥം? ചോദിക്കണ്ട, എല്ലാവരും കൂടെ പറയാൻ പറ്റൂല. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ. അതായത് വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആനിനെ എന്ത് ചെയ്യുക? ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആള്. തൊട്ടടുത്ത് എന്താ പറഞ്ഞത്? അടുത്ത പദവിന്യാസം എന്താ? സെക്കൻഡ് സ്റ്റേജാണ്. ഖുർആൻ വായിക്കുന്ന, പഠിക്കുന്ന, ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരാളുടെ സെക്കൻഡ് അയാൾ എന്താകുന്ന, കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് അവിടെ നടക്കുന്നത്? എന്താ? അയാൾ നിസ്കാരമൊക്കെ കൃത്യമായിട്ടുള്ള ആളായിരിക്കും, നിസ്കാരം നിലനിർത്തും. വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്ന, യുമസ്സികൂന ബിൽ കിതാബ് വ അഖാമുസ്സലാ എന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടരല്ല. അവർ നമസ്കാരം അല്ലെങ്കിൽ ആരാധനാകർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായി മാറുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ വീണ്ടും അടുത്ത പദം എന്താ? അടുത്ത വിഷയം എന്താ പറഞ്ഞത്? അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തൂല എന്ന്. അവരുടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വേറൊരു പ്രയോഗം പറഞ്ഞു. ഇന്നാ ലാ നുദീഉ അജ്റഹും എന്നല്ല, പിന്നെന്താ പറഞ്ഞേ? അജ്റൽ മുസ്ലിഹീൻ. എന്താ മുസ്ലിഹ്? ഇസ്ലാഹ്. അപ്പൊ ഖുർആൻ വായന, QLSലെ പഠിതാവ് എന്തായി മാറണം? ഓരോ ആഴ്ച കഴിയുമ്പോഴും ആരാധനയിൽ ഒന്നുകൂടെ
നിഷ്ഠയുണ്ടാകണം. അതോടൊപ്പം എന്തുകൂടെ ഉണ്ടാവും? അയാൾ നാട്ടിൽ എന്ത് നടത്തും? ഇസ്ലാം നടത്തും. ഇത് രണ്ടും ചെയ്യാണ്ട് ഖുർആൻ പഠിക്കാൻ ഇങ്ങനെ പോവുക. എന്താ പോയാൽ കാര്യം? ഒന്നുമില്ല. QLSന്റെ വെളിച്ചത്തിൻ്റെ ഖുർആൻ വായനയുടെ ഏത് പേരിൽ അറിയപ്പെടുന്ന ലോകത്ത് ഏത് സംരംഭങ്ങൾ ഖുർആൻ പഠനത്തിനുണ്ടോ അതൊക്കെ ഖുർആനിൻ്റെ വായന പഠനം എന്തിനു വേണ്ടിയാ? അയാളെ എന്താക്കി മാറ്റണം? വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വഅഖാമുസ്സലാ എന്നിട്ട് പറഞ്ഞു അവർ ഇസ്ലാഹുള്ളവരാകും. ഇസ്ലാഹ് അവർ നിർവഹിക്കും. ഇസ്ലാഹ് നിർവഹിക്കും എന്നുള്ള ഒരു വാക്കുകൂടെ അവിടെ വലിയൊരു സെൻറ്റൻസ് പറയേണ്ടതിന് പകരം അറബിയുടെ ഒരു പ്രയോഗം കൂടെയാണ്, അറബിയത്തിൻ്റെ ഒരു പ്രയോഗം കൂടെയാണ്. വലിയ കുറേ എന്തൊക്കെ പറയണം അവിടെ? പിന്നെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ, എന്നിട്ട് അവർ നമസ്കാരം നിലനിർത്തുന്നവർ, അല്ലെങ്കിൽ ആരാധനകളൊക്കെ പറയണം, അങ്ങനെ നിർവഹിക്കുന്നവർ, എന്നിട്ട് അവർ ഇസ്ലാഹ് നടത്തുന്നവർ, അവരുടെ പ്രതിഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല. ഈ വലിയൊരു സെൻറ്റൻസിൽ നിന്ന് ഒരു ഭാഗം കണ്ട് ഒഴിവാക്കിയിട്ട് ചേർത്ത് പറയാം. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ് വഅഖാമുസ്സലാ ഇന്നാ ലാ നുദിഉ അജ്റൽ മുസ്ലിഹീൻ. അങ്ങനെ ഇസ്ലാഹ് ചെയ്യുന്നവരായി അവർ മാറുന്നു. അവരുടെ ഇസ്ലാഹിന്, അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടായിരിക്കും. അതിൻ്റെ പ്രതിഫലം വർണ്ണനാതീതമാണ്. അത് നഷ്ടപ്പെട്ടു പോവില്ല. ശരി, വേറെ ഒരായത്തും കൂടെ ഓതിയിരുന്നു. ഏതാ? ഏതായിരുന്നു സൂറത്ത്? ഞാൻ പറയാം. സൂറത്ത് 35-ാമത്തെ അധ്യായം, സൂറത്ത് ഫാത്തിറിൽ ഇതേ കണ്ടന്റ് തന്നെയാണ്. മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഏതാണെന്നറിയാം ആയത്ത്? 29-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അതാണ് നമ്മുടെ പ്രവർത്തനം. ആഴ്ചയിലോ അതല്ലെങ്കിൽ നമ്മൾ വ്യവസ്ഥാപിതമായി ഇരുന്നിട്ടും പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിൻ്റെ കിതാബിനെ ഫോളോ ചെയ്യുന്നു, അനുധാവനം ചെയ്യുന്നു, പിൻപറ്റുന്നു, അനുസരിക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു തുടർച്ചയായി. യത്ലൂന. പിന്നെന്താ പറഞ്ഞേ? സെക്കൻഡ് സ്റ്റേജ് എന്താ? സ്വാഭാവികമായും അയാൾ എന്താകണം? നേരത്തെ പറഞ്ഞ അതേ കാര്യം. പിന്നെ എന്താകണം? നേരത്തെ ഇസ്ലാഹ് പറഞ്ഞില്ലേ? സെയിം. ഇസ്ലാഹിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹജീവികളോടുള്ള സമീപനങ്ങൾ. അത് സാമ്പത്തികമായി പോലും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ചേർത്ത് പറഞ്ഞു, ഒന്നുകൂടെ വിശദമായി പറഞ്ഞു. രഹസ്യമായോ പരസ്യമായോ ആവട്ടെ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കാൻ കൂടെ വളർന്നു. എവിടെ തുടക്കം? യത്ലൂന കിതാബല്ലാഹ് അഖാമുസ്സലാഹ് വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. എന്നിട്ട് എന്താ പറഞ്ഞത്? യർജൂന തിജാറതൻ ലൻ തബൂർ. ഒരു നഷ്ടവും വരാത്ത കച്ചവടമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, ഖുർആൻ പഠനം എന്നത് പഠിക്കുക എന്നതിൽ ഒതുങ്ങുന്നില്ല, അനുസരിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മുടെ യുവതലമുറയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ആശയക്കുഴപ്പങ്ങൾക്കിടയിലായി പോകുന്നു എന്നതാണ്. അന്ധാനുകരണങ്ങൾക്കിടയിലായി പോകുന്നു എന്നതാണ്. മീഡിയകൾക്ക് മുമ്പിൽ തളച്ചിടപ്പെട്ടു പോകുന്നു എന്നാണ്. അവിടെയൊക്കെ ഒരു പരിധിവരെ അവരെയെല്ലാം സംരക്ഷിച്ചു നിർത്തുവാനും രക്ഷപ്പെടുത്തുവാനും സാധിക്കുന്നത് കൃത്യമായ ദിശാബോധം ലഭിക്കുവാൻ സഹായകമാകുന്ന ഒന്നാണ് ഈ പഠന മേഖലകൾ. അതുകൊണ്ട് ഓരോ യൂണിറ്റിലും തുടങ്ങണം എന്നതിൽ ഓരോ കുടുംബത്തിലെയും ആരുകൂടെ വേണം? ആര് വേണം? ക്ലാസ്സിൽ ആരും കൂടെ വരണം? എല്ലാവരും വരണം. അവർക്ക് പഠിക്കാൻ വേറെ സംവിധാനങ്ങളുണ്ട്.
പക്ഷേ അതുമാത്രമല്ല, നമ്മൾ ഒന്നിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം വേറെയാണ്. അങ്ങനെ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റവും വിജയികളായ ആളുകളുടെ കൂട്ടത്തിൽ ജീവിതത്തിൽ അവസാനിക്കാത്ത മധുരം അനുഭവിക്കുവാൻ, പരലോകത്ത് ശാശ്വതമായ സ്വർഗലോകം അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം പടച്ച റബ്ബേ, ദുനിയാവിലെ പ്രതിസന്ധികളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ നൽകി അനുഗ്രഹിക്കണം റഹ്മാനായ റബ്ബേ. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും നിൻ്റെ തീരുമാനങ്ങളിലുള്ള കാര്യങ്ങളേ നടക്കുകയുള്ളൂ, ആരെങ്കിലും ചെയ്യുന്നത് നടക്കൂല എന്നൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എങ്കിലും റബ്ബേ, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി വീണ്ടും നിന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ. നിന്നിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ ദ്രോഹിക്കപ്പെട്ട ഒരുപാട് സമൂഹങ്ങളെക്കുറിച്ച് നീ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, നിന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും അമ്ന്, നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ. ശത്രുകരങ്ങളിൽ നിന്ന്, ഞങ്ങൾ ഭയപ്പെടുന്നവയിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമേ. അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ നഖാഫ്, അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ നഖാഫു, അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ നഖാഫു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أدخلنا وأدخلهم جنة يا رب العالمين. اللهم إنا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام يا رب العالمين. اللهم انصرنا على القوم الظالمين، اللهم انصرنا على القوم الظالمين. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين. اللهم ربنا تقبل منا دعاءنا وصلاتنا وقيامنا وصيامنا وسائر أعمالنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.